ഹലോ, ഇറ്റ്സ് മീ ഗോപു ചിന്തുലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നെന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വ്ലോഗാണ് കേട്ടോ. ഇന്ന് ഡിസംബർ 20 വെള്ളിയാഴ്ച. നാളെ ഡിസംബർ 21 ശനിയാഴ്ച ചിന്തുചേട്ടൻ്റെ പിറന്നാളാണ്. അതായത് ധനുമാസത്തിലെ പൂരം. അപ്പോൾ ഇന്ന് ഞാനും എൻ്റെ ദേവൂട്ടനും മലപ്പുറത്ത് വന്നിട്ട് ഫസ്റ്റ് ടൈം, മലപ്പുറത്ത് നിന്നല്ല, ദേവൂട്ടൻ വന്നിട്ട് ഫസ്റ്റ് ടൈം ഞാൻ ദേവൂട്ടനായിട്ട് പുറത്തേക്ക് ഒറ്റയ്ക്ക് പോകാൻ പോവാണ്. എവിടേക്കെന്നല്ലേ, ചിന്തുചേട്ടൻ്റെ ബർത്ത്ഡേക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നും നമുക്ക് പ്ലാൻ ചെയ്യാനുള്ള ടൈം ഒന്നും കിട്ടിയില്ല. അറിയാലോ, വാവയ്ക്ക് വയ്യാതെ ഹോസ്പിറ്റലൈസ്ഡും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിവിടെ വന്നിട്ട് ഒരാഴ്ച ആയതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഒന്നും തന്നെ ഗിഫ്റ്റ് ഒന്നും വാങ്ങിച്ചു കൊടുക്കാനോ ഒന്നും പ്ലാൻ ചെയ്യാനോ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായിരുന്നാലും ഇവിടെ വീട്ടിൽ ഫ്രീ ആണ്, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ദേവൂട്ടനായിട്ട് പുറത്ത് പോയിട്ട് ഒരു ഷർട്ടെങ്കിലും ഗിഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ഷർട്ട് വാങ്ങണം എന്ന് വിചാരിക്കുന്നു, അതുപോലെ ഒരു കേക്കും സെറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളിതാ പുറത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ മണി ഇപ്പം തന്നെ 12 മണിയായിട്ടുണ്ട്. എന്തായിരുന്നാലും നമുക്കൊന്ന് പോയി നോക്കാം. ബാക്കി നമുക്ക് വഴിയേ കാണാം. ഓക്കെ, നമ്മൾ എവിടെ പോവാ കുന്തിയൂട്ടാ, എവിടെ പോവാ? അപ്പോൾ നമ്മളിതാ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരം നടന്നു കഴിയുമ്പോഴത്തേക്കും റോഡിലേക്ക് കയറും കേട്ടോ. അവിടെ തൊട്ടടുത്ത് തന്നെയാണ് ചിന്തുചേട്ടൻ്റെ ഓഫീസ്. ചിന്തുചേട്ടൻ്റെ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ് ഞാൻ പോയത് കേട്ടോ. ഭാഗ്യത്തിന് ആരെ കണ്ടില്ല. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഓട്ടോ കിട്ടി. ഓട്ടോയിൽ നമ്മൾ നേരെ ബാസിത്തിലോട്ടാണ് കേട്ടോ പോകുന്നത്. ബാസിത്തിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ പോയത് കേട്ടോ. അപ്പോൾ അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു, പക്ഷേ എനിക്കൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ കുഞ്ഞിനെ കൊണ്ട് എനിക്ക് ഒരുപാട് കടകൾ ഇങ്ങനെ മാറി കയറാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് അവിടെ നിന്ന് തന്നെ ഏതെങ്കിലും എടുക്കുക എന്നുള്ള ഒറ്റ ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം ഞാൻ സെറ്റ് ചെയ്തു. അപ്പോൾ സെയിൽസ്മാൻ പറഞ്ഞു കേട്ടോ, ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവന്നാൽ മതി, കുഴപ്പമില്ല, മാറ്റിത്തരാം എന്നൊക്കെ. അപ്പോൾ പിന്നെ ആ ഒരു ധൈര്യത്തിൽ എനിക്കിഷ്ടപ്പെട്ട ഒരെണ്ണം, ഈ ഒരെണ്ണം ഞാനങ്ങ് സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് നേരെ താഴെ പോയി ബില്ല് ചെയ്തു. പിന്നെ ഷർട്ട് വാങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഷർട്ടൊക്കെ വന്നു. ഷർട്ടും വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ കേക്ക് വാങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഒക്കേഷി കേക്ക് കഫേയിലേക്കാണ്. അപ്പോൾ ഞാൻ ഈ ഒരു കേക്ക് കഫേയുടെ ഒരു ഷോർട്സ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കേക്കെല്ലാം അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ എത്തി. ഞാൻ പിന്നെ വേറൊന്നും ചിന്തിക്കുന്നില്ല, ചോക്ലേറ്റ് ടർഫിളാണ് എൻ്റെ ഫേവറേറ്റ്. ചേട്ടനും അത് ഇഷ്ടമാണ്, പക്ഷേ ചേട്ടന് കുറച്ചുകൂടെ വെറൈറ്റി ട്രൈ ചെയ്യാനൊക്കെ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാൻ കൂടുതൽ വെറൈറ്റി ഒന്നും പിടിക്കാൻ നിന്നില്ല. ചോക്ലേറ്റ് ടർഫിൾ കഴിക്കാൻ വേണ്ടി ഞാൻ കുറേ ദിവസം കൊണ്ട് ആഗ്രഹിച്ചതുകൊണ്ട് ഞാൻ പിന്നെ അത് തന്നെ വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഒരു 1/2 kgയുടെയാണ് കേട്ടോ വാങ്ങിച്ചത്. അങ്ങനെ കേക്കൊക്കെ വാങ്ങിച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ അച്ഛ, നമ്മുടെ ദേവൂട്ടൻ വന്നിട്ടുള്ള ഫസ്റ്റ് ബർത്ത്ഡേ. എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഉടനെ ആയതുകൊണ്ട് നമുക്കത് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ദേവൂട്ടൻ വന്നിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേഷൻ ആണല്ലോ ചേട്ടൻ്റെ, അതുകൊണ്ട് നമ്മുടെ ഹാപ്പി ബർത്ത്ഡേ അച്ഛ എന്ന് തന്നെ എഴുതിച്ചു. അങ്ങനെ കേക്കൊക്കെ കൊണ്ട് കടയിൽ നിന്ന് ഇങ്ങനെ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഓട്ടോയൊന്നും കിട്ടിയില്ല കേട്ടോ. പിന്നെ കുറച്ച് നേരം ഫ്രണ്ടിലോട്ട് നടന്നപ്പോഴത്തേക്കും ഒരു ഓട്ടോ കിട്ടി. അങ്ങനെ ഓട്ടോയിൽ നേരെ ടൗൺ ഹാളിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇതാണ് ചിന്തുചേട്ടൻ്റെ ഓഫീസ് കേട്ടോ. ഈ മുകളിലത്തെ ബിൽഡിംഗ് ആണ്. അപ്പോൾ അവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ വീട്. പിന്നെ നമ്മളിങ്ങനെ പതുക്കെ നടന്നു കേട്ടോ. പിന്നെ നേരത്തെ വീട്ടിൽ ചെന്നിരുന്നിട്ട് ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പതുക്കെ നടക്കാമെന്ന് വിചാരിച്ചു. 12:45 ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. 3/4 മണിക്കൂർ കൊണ്ട് നമ്മൾ ഡ്രസ്സും എടുത്തു, കേക്കും വാങ്ങിച്ചു. അപ്പോൾ ഇനി ബാക്കി സർപ്രൈസ് രാത്രി 12 മണിക്ക്. സമയം 11:52 ആയിട്ടുണ്ട്. ഇനി ഒരു 8 മിനിറ്റ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിന്തുചേട്ടൻ്റെ പിറന്നാളാണ്. അപ്പോൾ കേക്ക് വാങ്ങിച്ചതും ഗിഫ്റ്റ് വാങ്ങിച്ചതും ഒന്നും ചിന്തുചേട്ടൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. സുഖമായിട്ട് കിടന്നുറങ്ങുവാണ് അച്ഛനും മോനും. അപ്പം നമുക്ക് കേക്കും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് വിളിച്ചുണർത്താം. ഓക്കെ. അപ്പോൾ ദേവൂട്ടിനെ കൂട്ടിടക്കാൻ വേണ്ടി പറഞ്ഞു വിട്ട ആളാണ് കേട്ടോ. കൂടെ കിടന്ന് അങ്ങ് ഉറങ്ങിപ്പോയി. അതൊരു കണക്കിന് നന്നായി. അതുകൊണ്ട് എനിക്ക് സീക്രട്ടായിട്ട് തന്നെ കേക്കെല്ലാം സെറ്റ് ചെയ്യാൻ പറ്റി കേട്ടോ. അപ്പോൾ ഞാൻ കേക്കൊക്കെ എടുത്തുകൊണ്ട് വെച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. കറക്റ്റ് 12 മണിയായി. കേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പോയി വിളിച്ചുണർത്താം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ചിന്തു. പ്രതീക്ഷിച്ച ഞാൻ ഒറ്റയ്ക്ക് പോയടാ കൊച്ചിനെ കൊണ്ട്. സത്യമായിട്ട് നീ വിശ്വസിച്ചില്ലേ?
അപ്പോൾ ഞാൻ കുഞ്ഞിനെയും കൊണ്ട് ഒറ്റയ്ക്ക് പുറത്ത് പോയിട്ടാണ് ഈ കേക്കൊക്കെ വാങ്ങിച്ചതെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ വിശ്വസിക്കുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ എടുത്ത വീഡിയോസൊക്കെ കാണിച്ചു കൊടുത്തപ്പോഴാണ് വിശ്വസിച്ചത്. കാരണം ഞാൻ ഒറ്റയ്ക്ക് പോകുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല. പിന്നെ നമ്മൾ രണ്ടൊരു പാട്ടൊക്കെ പാടി കേക്കൊക്കെ കട്ട് ചെയ്തു. അപ്പോൾ എന്തായിരുന്നാലും ചിന്തിച്ചേട്ടൻ ഭയങ്കരമായിട്ട് സർപ്രൈസ് ആയിപ്പോയി കേട്ടോ. എന്ന് വെച്ചാൽ കേക്ക് കൊടുത്തതിനേക്കാളും ഞാനും കുഞ്ഞാവിനെയും കൊണ്ട് ഒറ്റയ്ക്ക് പുറത്ത് പോയി വാങ്ങിച്ചു എന്നുള്ളതാണ് കൂടുതൽ സർപ്രൈസ് ആവാൻ വേണ്ടി. പിന്നെ അപ്പോഴത്തേക്കും ആ കേക്ക് കട്ട് ചെയ്തിട്ട് ഗിഫ്റ്റ് കൂടെ കൊടുത്തപ്പം വീണ്ടും ഡബിൾ സർപ്രൈസ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റിലല്ല കേട്ടോ, നമ്മൾ ആ കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന എഫേർട്ടിലാണ് കാര്യം ഇരിക്കുന്നത്. ഞാൻ ഇട്ട എഫേർട്ട് ചിന്തിച്ചേട്ടൻ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഈ ബർത്ത്ഡേ സെലിബ്രേഷൻ ചിന്തിച്ചേട്ടൻ ഭയങ്കര പ്രിയപ്പെട്ടതായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഇതാ രാവിലെ നേരമൊക്കെ വെളുത്തു ചിന്തിച്ചേട്ടൻ കോവിലിൽ പോയിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ഞാനൊരു കുട്ടി സദ്യയൊക്കെ റെഡിയാക്കി വെച്ചു. കാരണം ചേട്ടൻ ഓഫീസിൽ പോകും മുമ്പേ സെറ്റ് ചെയ്ത് വെച്ചാലേ കാര്യങ്ങൾ നടക്കുള്ളൂ, അല്ലാതെ കുഞ്ഞാവ് ഒന്നിനും സമ്മതിക്കില്ല. അങ്ങനെ ഒരു നല്ലൊരു പാലട പായസവും കുട്ടി സദ്യയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ ചിന്തിച്ചേട്ടൻ കറക്റ്റ് 2 മണിയാകുമ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാൻ വന്നു. അങ്ങനെ അപ്പുറത്തെ വീട്ടിൽ പോയി വാഴയിലേക്ക് മുറിച്ച് നമ്മളത് എല്ലാവരോടും ഒന്നിച്ചിരുന്ന് സദ്യയൊക്കെ കഴിക്കുകയാണ് കേട്ടോ. സദ്യ എന്ന് പറയാൻ മാത്രമുള്ള വിഭവങ്ങളൊന്നുമില്ല, പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പെട്ടെന്നൊക്കെ തയ്യാറാക്കി എടുത്തു. അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത് എൻ്റെ ചിന്തിച്ചേട്ടനുള്ള ബർത്ത്ഡേ വിഷാണ്. ഞാൻ കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആണ് കേട്ടോ എൻ്റെ ചിന്തുചേട്ടൻ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ചിന്തുചേട്ടന് ദൈവം സർവ്വ ഐശ്വര്യങ്ങളും നൽകി സർവ്വ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനിയും ഒരുപാട് പിറന്നാളുകൾ നമുക്ക് ഒന്നിച്ചാഘോഷിക്കാൻ പറ്റട്ടെ എന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിതാ പിറന്നാൾ പായസം കൂടെ കുടിച്ച് സദ്യയൊക്കെ കഴിച്ച് സെറ്റായി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ബർത്ത്ഡേ വിശേഷങ്ങൾ കേട്ടോ. ഈ കാണുന്ന പിക്ചേഴ്സ് എന്താണെന്ന് വെച്ചാൽ ചിന്തുചേട്ടൻ്റെ ഓഫീസിൽ ചിന്തുചേട്ടൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനാണ് കേട്ടോ. അപ്പോൾ ചിന്തുചേട്ടൻ്റെ ഓഫീസിലും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്ത ചിന്തുചേട്ടൻ്റെ KSF തിരൂർ മെയിൻ ബ്രാഞ്ചിലെ മാനേജർ സാറിനും ശ്രീലാലേട്ടനും വീണ്ടും ഒരു താങ്ക്സ്. ചിന്തുചേട്ടൻ്റെ ഈ ഒരു ഡേ കുറച്ചുകൂടെ സ്പെഷ്യലാക്കിയതിന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.